നമസ്കാരം. ദ ലോ പോയിന്റ് അഥവാ നീതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അതുപോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശി ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിലെ ലീഗൽ കൗൺസിലർ കൂടിയാണ്. ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിന്റെ ലീഗൽ കൗൺസിലർ കൂടിയാണ്. അഡ്വക്കേറ്റ്, വെൽക്കം ടു ദ ഷോ. കഴിഞ്ഞ ആഴ്ചത്തെ ഡിസ്കഷനിൽ നിരവധി ചോദ്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് SMS-കൾ വന്നിരിക്കുന്നത്. അതിലേക്ക് ആദ്യം തന്നെ കടക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്, പേര് വച്ചിട്ടില്ല. IWRC-യിൽ നിന്ന് എന്തൊക്കെ സേവനങ്ങളാണ് ലഭിക്കുക, എങ്ങനെയാണ് അത് ലഭ്യമാവുക എന്നാണ് ചോദ്യം. IWRC ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെൻറ്റർ, അതായത് 2011 ബഹുമാനപ്പെട്ട ഇന്ത്യൻ മുൻ പ്രസിഡന്റ് പട്ടേൽ വന്ന് ഉദ്ഘാടനം ചെയ്തു. ഇതാണ് ഈ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഇന്ത്യയുടെ ഒരു റിസോഴ്സ് സെൻറ്റർ. ആക്ച്വലി അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ്. കാരണം ഈ നേരത്തെ ഞാൻ ലക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ എംബസിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ നിരന്തരമായ വർഷങ്ങളായിട്ടുള്ള ഇന്ത്യൻ എംബസിയുടെ മുന്നിലുള്ള ഒരു ക്യൂ, ഇന്ത്യൻ എംബസിക്കെതിരെയുള്ള കംപ്ലയിൻസിനും ഇന്ത്യൻ ജനതയ്ക്ക് ഒരു പരിഹാരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഈ ഇന്ത്യൻ വർക്കേഴ്സ് സെൻറ്റർ വരുന്നത്. ഓക്കെ. അതിൽ നിന്ന് 10 ഭാഷയിൽ സംസാരിക്കാൻ പറ്റുന്ന പ്രൊഫഷണൽസ് ഉൾപ്പെടെ ഈ ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ സർവർ വെച്ചിട്ടുണ്ട്. ഏത് ഇന്ത്യക്കാരനും എന്ത് ഡിസ്റ്റൻസിൽ നിന്ന് വിളിച്ചാലും അവിടെ അപ്പോൾ തന്നെ അവരുടെ ഇതിൽ ഫീഡ് ചെയ്യും. അവരുടെ സൗണ്ട് ഫീഡ് റെക്കോർഡ് ഫയലാവും. ഓക്കെ. അവിടെ ഈ ആവശ്യമുള്ളവർക്ക് വീണ്ടും അവിടെ വന്നിട്ട് നമുക്ക് പിന്നെ അഡ്വക്കേറ്റ്സിനെ കാണണമെങ്കിൽ, ലീഗൽ കൗൺസിലേഴ്സിനെ കാണണമെങ്കിൽ മീറ്റ് ചെയ്യാം, ഫ്രീ ഓഫ് കോസ്റ്റ് മീറ്റ് ചെയ്യാം. അത് ഇവിടുത്തെ ലീഡിങ് ലാ ഫേംസിൽ ലോയേഴ്സാണ് അവിടെ സർവീസ് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫൈനാൻഷ്യൽ കൗൺസിലേഴ്സ്, അതായത് പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ് അവിടെ ഫ്രീ കൗൺസിലിംഗ് ഫൈനാൻസിൽ ചെയ്യുന്നത്. അതുപോലെ സൈക്കോളജിസ്റ്റ്, ഫാമിലി സൈക്കോളജിസ്റ്റ്, ഇവിടുത്തെ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റാണ് അവിടെ വന്നിട്ട് ഫ്രീ കൗൺസിലിംഗ് ചെയ്യുന്നത്. ഓക്കെ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളൊരു 3 വർഷം ഈ ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെൻറ്ററിനെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കേസസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ലേബർ കാറ്റഗറി ലേബർമാരുടെ ഇഷ്യൂസാണ്. കാരണം ഈ ലേബേഴ്സിന് ഇഷ്യൂസ് ലേബർ ക്യാമ്പിൽ നിന്ന് അവർക്ക് ഇപ്പോൾ കോർട്ടിൽ പോകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോകാനോ ഉള്ളതൊന്നുമുള്ള സൗകര്യമില്ല, അറിയത്തില്ല. അവർക്ക് ചിലപ്പോൾ അവരുടെ മൊബൈലിൽ ഇപ്പോൾ ബാലൻസ് കാണണമെന്നില്ല. ആ മൊബൈലിൽ നിന്ന് ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കോള് പോവും. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അത് രാത്രിയായാലും പകലായാലും ഇങ്ങനെ അവർ വിളിച്ച് കഴിയുമ്പോൾ ഇവരുടെ സൗണ്ട് അവർ റെക്കോർഡ് ചെയ്യും. ഏത് ഭാഷയാണോ അവർക്ക് വേണ്ടത് അവരുടെ ആ ഭാഷയിൽ തന്നെ അവരുടെ ആ പ്രൊഫഷണൽസ് അവർ അത് അറ്റൻഡ് ചെയ്യും. എന്താണ് അവരുടെ പ്രശ്നമെന്ന് കേൾക്കുകയും ഈ പ്രശ്നം അവിടെ നോട്ട് ചെയ്യും. അതിനകത്ത് പിന്നെ മീൻസ് കോടതിയിലെ കേസോ അല്ലെങ്കിൽ പോലീസിലെ കേസോ നിലനിൽപ്പുള്ള കേസോ ആണെങ്കിൽ അവർക്ക് വരാം. അവർക്ക് വാക്കിന് വരാൻ വേണ്ടി ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഫ്രൈഡേ സർവീസ് ഉണ്ട് അവിടെ. ഫ്രൈഡേ വരാം, അവധി ദിവസം വരാം. അപ്പോൾ ഫ്രൈഡേ വന്ന് അവിടെ ലീഗൽ കൗൺസിലറെ കാണാം. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ലീഗൽ കൗൺസിലർ എന്ന നിലയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു നമ്മളെ ഒരു കാര്യം എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെൻറ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മളൊരു മീഡിയേഷൻ ആണ് നമ്മൾ ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ എല്ലാ കേസിൻ്റെ ഒരു റൂട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവേണ്ട കാരണം 2 വ്യക്തികൾ തമ്മിലുള്ള ഇഷ്യൂസ് ആണല്ലോ, അതാണല്ലോ കേസ്. അപ്പോൾ എംപ്ലോയറും ഈ എംപ്ലോയിയും തമ്മിലുള്ള ഇഷ്യൂസിൻ്റെ ഇടയ്ക്ക് ഈ ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെൻറ്റർ ഒരു മീഡിയേറ്റർ ആയിട്ട് വരികയാണ്. വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ആദ്യം എംപ്ലോയറെ വിളിക്കും, ഈ കാര്യം എന്താണെന്ന് ചോദിക്കും. കാരണം ഈ എംപ്ലോയി പറയുന്ന കാര്യം മാത്രം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കേസ് നമുക്ക് കാര്യം മനസ്സിലാവത്തില്ല. ആ സൈഡ് കേൾക്കണം. നമ്മൾ ആ സൈഡ് കേൾക്കുമ്പോഴായിരിക്കും ഈ എംപ്ലോയി അല്ലെങ്കിൽ ഈ ലേബർ ഇവരെന്താണ് കുഴപ്പം കാണിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവരെന്താണ് കുഴപ്പമൊന്നും തിരിച്ച്. അതുപോലെ ഈ ലേബർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെൻറ്റർ തന്നെ ഇതിനൊരു അമിക്കൽ സെറ്റിൽമെൻറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കും, രണ്ടിനും വിളിക്കും. അപ്പോൾ ഇതിനകത്തൊരു കോർട്ടിലും പോകേണ്ട, പോലീസ് സ്റ്റേഷനിലും പോകേണ്ട മാറ്ററിന് അതിൻ്റെ ഒരു സംശയം, ഈ വോയിസ് റെക്കോർഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാത്രിയിലാണ് ഒരാൾ വിളിക്കുന്നത് കരുതുന്നു, വോയിസ് റെക്കോർഡ് അവരെ തിരിച്ച് വിളിക്കും. അല്ല, അപ്പോൾ തന്നെ വിളിക്കും, അന്ന് തന്നെ വിളിക്കും. ആ സമയത്ത് ഏത് രാത്രി, ഇപ്പോൾ രാത്രി 1 മണിക്ക് നിങ്ങൾ വിളിച്ചാലും അവിടെ വോയിസ് റെക്കോർഡ് ടോൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ എടുക്കുന്ന ആളുണ്ട്, സർവീസ് 24 hours ആളുണ്ട്. അത് ഏത് ഭാഷയാണെങ്കിലും, ഇപ്പം തമിഴ്, കന്നഡ, മറാഠി, തെലുങ്കു, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഇപ്പോൾ ഏത് ഭാഷയാണെങ്കിലും അപ്പോൾ അവരുടെ പ്രൊഫഷണൽസ് അവിടെ ഇരിപ്പുണ്ട്, അവരെടുക്കും. എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അറ്റൻഡ് അറിയാൻ പറ്റും. ഈ സമയത്ത് ചിലപ്പം
ഇവർ തങ്ങളിലുള്ള ഇഷ്യൂസ് ആയിരിക്കും, ലേബേഴ്സ് തങ്ങളിലുള്ള ഇഷ്യൂസ് വരാം, ഇപ്പോൾ ലേബേഴ്സും പുറത്തുള്ള ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ വേറെ പിന്നെ ഏതെങ്കിലും മാറ്റേഴ്സ് വരാം. ഇവർ നാട്ടിലെ മാറ്റേഴ്സ് ആയിരിക്കും വിളിച്ച് പറയുമ്പോൾ. അപ്പോൾ അതുപോലെ ജയിലിൽ നിന്ന് വിളിക്കാം. അവരിൽ ജയിലിനകത്തുനിന്ന് അവർക്ക് ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് ഇവരെ വീട്ടുകാർക്കും തിരിച്ച് ഇവിടെ വിളിച്ചിട്ട് ഇവർ അറിയാം എന്താണ് കാര്യമെന്ന്. അപ്പോൾ എല്ലാ മൺഡേയും കൗൺസിലേറ്റിൽ നിന്ന് ജയിൽ വിസിറ്റ് ഉണ്ട്. അപ്പോൾ ജയിലിനകത്ത് തന്നെ കൗൺസിലേറ്റിന് വേണ്ടി പ്രത്യേക ഓഫീസുണ്ട് എൻ്റെ അകത്ത്. അപ്പോൾ അവിടെ പോയി വിസിറ്റ് ചെയ്യുമ്പോൾ ജയിലിനകത്ത് നടക്കുന്ന വെൽഫെയർ, അത് ഇന്ത്യൻ സിറ്റിസന് എന്തെങ്കിലും അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇവരുടെ എല്ലാ ഇഷ്യൂസും നമ്മൾ ഇന്ത്യൻ വർക്ക് റിസോഴ്സ് സെൻറ്റർ വഴി നേരെ ഇന്ത്യൻ എംബസി ഇവിടുത്തെ UAE ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തും. അപ്പോൾ ഗവൺമെൻറ്റിൽ ശ്രദ്ധപ്പെടുത്തുന്ന മാറ്റേഴ്സിന് ഇപ്പോൾ ലേബറിലായാലും ഈ പോലീസിലായാലും അല്ലെങ്കിൽ പ്രോസിക്യൂഷനിലായാലും അപ്പോൾ വെൽഫെയർ സൊസൈറ്റിയിലായാലും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിലായാലും അപ്പോൾ ഏതൊക്കെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലെ കോൺഫറൻസ്, അതായത് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സും ഇവിടുത്തെ UAE ഗവൺമെൻറ്റ്സിൻ്റെ മീറ്റിങ്ങിൽ നമ്മൾ ഈ ഇഷ്യൂസ് ജനറലായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ അവതരിപ്പിക്കും. അവിടെ നിന്നാണ് അവർക്കത് മനസ്സിലാക്കി കൊടുക്കും. ഇത് ഇന്ന ഇഷ്യൂസ് അവിടെ ഉണ്ട്, ഇന്ന കാര്യം നടക്കുന്നുണ്ട്, അപ്പോൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കേസ് ടു കേസ്. ഇപ്പോൾ നമുക്ക് പറയാൻ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് എടുത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഡേ ടു ഡേ, കാരണം ഗവൺമെൻറ്റിനും നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ്റിനും അവർക്കും ഈ പ്രശ്നം അവരുടെ മുന്നിൽ എത്തിയാലേ അവർക്കും അറിയാൻ പറ്റും ഇങ്ങനെ പ്രശ്നമുണ്ട്, അവർക്ക് പരിഹാരം അല്ലെങ്കിൽ അവർക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയൊരു വേദി എന്ന് പറയുന്നത് നമ്മളെല്ലാ ഇന്ത്യക്കാരുടെയും പ്രശ്നങ്ങൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇതൊരു ഇലക്ട്രോണിക് ഫയലാക്കി സിസ്റ്റമാറ്റിക് ആക്കി ഇത് കേസ് ടു കേസ് തിരിച്ചിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എംബസിക്ക് ഒരു ലിസ്റ്റുണ്ട്. പണ്ട് 2000 റിസോഴ്സ് വരുന്നതിന് മുമ്പേ ഇന്ത്യൻ എംബസിയെ സംബന്ധിച്ചോളം ഇന്ത്യൻ എംബസിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. കാരണം കുറേ ആൾക്കാർ വരുന്നു, കുറേ ആൾക്കാർ പോകുന്നു. ഇതിനിടയ്ക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ അഡ്വക്കേറ്റ്സിൻ്റെ കൂടെ നടക്കുന്ന കുറേ സഹായികളും റെപ്രസെൻറ്റേറ്റീവ്സും കുമസ്തന്മാരും വന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറി ഈ കേസ് സാധാരണക്കാരന് എങ്ങനെ ഇത് തിരിച്ചറിയാൻ സാധിക്കും? അതാണ് ഈ തിരിച്ചറിയാൻ സാധിച്ചത്. കോർട്ടിൽ പോകുമ്പോൾ ഈ റോപ്സ് ഇട്ട് കൊണ്ടുപോകണ ആൾക്കാരാണ് അഡ്വക്കേറ്റ്സ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നമുക്ക് പെട്ടെന്ന് പോകുമ്പോൾ ഇപ്പോൾ ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു ബീക്കൺ ലൈറ്റ് കാറിൽ വരും, അല്ലെങ്കിൽ ജഡ്ജിന് ചുറ്റും പോലീസുണ്ട്, അതേ റോപ്സ് തന്നെ അതേ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്ന ആൾ വക്കീലും, ഇത് രണ്ടും ഇല്ലെങ്കിൽ വക്കീലാണ്. അല്ല സാധാരണ കുമസ്തന്മാരാണെങ്കിൽ ക്ലർക്സ് ആണെങ്കിൽ അവർക്ക് സാധാരണ നോർമൽ ഡ്രസ്സാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നാട്ടിലെ ഒരു കേസിൽ പെട്ടെന്ന് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പറയുമ്പോൾ ഇപ്പം ജഡ്ജ് റോപ്സ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജഡ്ജും വക്കീലും കുമസ്തനും ക്ലർക്കുമാരും എല്ലാം ഒറ്റ ഡ്രസ്സാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത്. അപ്പോൾ അവിടെ ഈ പല സാധാരണ ജനങ്ങൾക്ക് ഇത് ആരാണ് ഇത് വക്കീൽ, ആരാണ് ഇത് വക്കീലിൻ്റെ സഹായി, ആരാണ് റെപ്രസെൻറ്റേറ്റീവ്, ആരാണ് ലീഗൽ കൺസൾട്ടൻ്റ് എന്നൊന്നും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ ഇവിടെ പെട്ടെന്ന് ജനങ്ങളുമായിട്ട് മീറ്റ് ചെയ്യണതും ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഈ പ്രത്യേകിച്ച് ഈജിപ്തിലും ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉള്ള അവിടെ വക്കീലന്മാരായിരിക്കും അവർക്ക് LLB കാണും, പ്രാക്ടീസ് ചെയ്യും. പക്ഷേ ഇവിടെ അവർക്ക് ലൈസൻസും കാണത്തില്ല, അവർക്ക് അപ്പീൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവർ റോൾ എടുക്കും. ഞങ്ങൾ വക്കീലാണെന്ന് പറഞ്ഞിട്ട് ഇവർ വക്കീലായിട്ട് ആക്ട് ചെയ്യും. ഇവരെ കൊടുത്തിട്ട് ഈ കേസെല്ലാം ഇവർ കൊണ്ടുപോയിട്ട് ഈ കയറി ഇവരുടെ ലോക്കൽ ഫേം അറ്റാച്ച് ലോക്കൽ ഫേംസിൽ ഇവർ കേസ് കൊടുക്കുമ്പോൾ അവരുടെ ഫീസ് ഫിക്സ് ചെയ്യും. അവരുടെ ചേർത്ത് ഫിക്സ് ചെയ്തിട്ട് സാധാരണ ഇതാണ് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദുബായ് കോർട്ടിലെ മാറ്റേഴ്സിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പണ്ട് ഈ എംബസിക്ക് കൗൺസിലിനകത്ത് ആൾക്കാർ വന്നു ഇവർക്കെല്ലാം അവർക്ക് അസസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ റിസോഴ്സ് സെൻറ്റർ വന്നതിന് ശേഷം ഇതെല്ലാത്തിനും സിസ്റ്റമാറ്റിക് ആയതിനു ശേഷം ലൈസൻസ്ഡ് ഇപ്പോൾ ഇന്ത്യക്കാരനാണ് വക്കീലാണെങ്കിൽ അവർ ആദ്യം ദുബായ് ഇൻ്റർനാഷണൽ കോർട്ടിൽ ലൈസൻസ് അത് ഉണ്ടാവണം. അവർക്ക് ഇപ്പോൾ ഇവിടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇന്ത്യൻ എംബസിക്കകത്ത് ഏത് ഇന്ത്യൻ ലോയേഴ്സിനും ഇഫ് ദേ ഹാവ് ലൈസൻസ് ദേ ക്യാൻ കം ആൻഡ് ഗീവ് ഫ്രീ സർവീസ്. അവർ ഓപ്പണാണ്, ഇന്ത്യൻ എംബസി ഓപ്പണാണ്. അത് 1-2 പേരിൽ അല്ല അവർ ചെയ്തേക്കുന്നത്. പക്ഷേ 1-2 പേർ ലൈസൻസ് ഉള്ളൂ, അതാണ് വിഷയം. ഇപ്പോൾ ലൈസൻസ് ഉള്ളവർക്കല്ലേ അവർ വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ഇല്ലാത്ത ആൾക്കാരാണ് ഈ പുറത്ത് നടന്നിട്ട് ഈ എംബസിക്കെതിരെയും ഈ കൗൺസിലേറ്റിനെതിരെയും IWRCക്കെതിരെയും ഈ പറഞ്ഞ അവിടെ വരുന്ന കൗൺസിലേഴ്സിനെതിരെയും നിരന്തരമായിട്ടുള്ള അതിശയങ്ങളും ഈ പറഞ്ഞു നടക്കുന്നത്. കാരണം അവർക്ക് ആക്ച്വലി അവർക്ക് ലൈസൻസ് അവരായിരുന്നു ഈ നേരത്തെ പറഞ്ഞതുപോലെ 2011 മുന്നേ ഇവിടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. ഇൻ്റർനാഷണൽ കോർട്ടിൽ വന്നതും ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ ട്രിബ്യൂണൽ വന്നത് 2007 ഈ 2007 മുമ്പേ ഇന്ത്യയിലെയും അല്ലെങ്കിൽ അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ ഉള്ള സുപ്രീം കോർട്ടിലെയും അവിടുത്തെ ഹയർ കോർട്ടിലേക്ക് ലോയേഴ്സ് ഇവിടെ വരത്തില്ല. കാരണം അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലോക്കൽ അഡ്വക്കേറ്റ്സിൻ്റെ കീഴിൽ അവരിങ്ങനെ ഹെൽപ്പറായിട്ടോ അല്ലെങ്കിൽ സഹായമായിട്ടൊന്നും നിൽക്കത്തില്ല. അപ്പോൾ അപ്പോഴേക്കും ഈ ഇവിടെയുള്ള ലോവർ കോർട്ടിലുള്ള ഇപ്പോൾ കേരളത്തിലും ഇപ്പോൾ ഇന്ത്യയിലെ ലോവർ കോർട്സിലെയും അല്ലെങ്കിൽ ഈ നമ്മളെ ഈജിപ്ഷ്യൻ ലോവർ കോർട്സിലെ ലോയേഴ്സ് ഇവിടെ വന്നിട്ട് അവരിവിടെ വന്ന് റെസിഡൻസ് വിസ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ വക്കീൽ ഓഫീസിൻ്റെ വിസ എടുക്കും. അവർക്ക് ലീഗൽ റെപ്രസെൻറ്റേറ്റീവായിട്ടോ അല്ലെങ്കിൽ ലീഗൽ കൺസൾട്ടൻ്റായിട്ടോ അല്ലെങ്കിൽ ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ മാനേജറായിട്ടോ ലീഗൽ എന്തെങ്കിലും ഒരു വിസ അവർക്ക് എടുത്തിട്ട് ഇവരാണ് ലോയർ എന്ന രീതിയിലാണ് ജനങ്ങളെടുത്ത് പോയിട്ട് കേസ് കൈകാര്യം ചെയ്യണത്. അപ്പോൾ ഇത് 2007 കൂടി ഇവിടെ ആർബിട്രേഷൻ ട്രിബ്യൂണൽ ഫോം ചെയ്തു. ആ ട്രിബ്യൂണൽ ഇന്ത്യൻ എമിറേറ്റ്സിലും ട്രിബ്യൂണൽ ഫോം ചെയ്തു. ഈ ട്രിബ്യൂണലിൽ കേസസ് കേൾക്കുന്നത് ഇംഗ്ലീഷ്. അതിൻ്റെ ജഡ്ജസ് ആൻഡ് ആർബിട്രേറ്റേഴ്സ് കം ഔട്ട്സൈഡ്. ഈ സമയത്താണ് ശരിക്കും ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അഡ്വക്കേറ്റ്സ് ഹയർ കോടതി അഡ്വക്കേറ്റ്സ് വന്നു തുടങ്ങിയത് ദുബായിൽ. അതിന് മുമ്പേ മാതൃഭാഷ അറബിക് ആണെങ്കിൽ ആ രാജ്യത്തിലുള്ള ലോയേഴ്സിനും ദുബായ് കോടതി ലൈസൻസ് കൊടുക്കുമായിരുന്നു. ഇത് പെർമിറ്റഡ് ലൈസൻസിൻ്റെ എല്ലാവർക്കും ഇല്ല. അത് അവരുടെ 15 വർഷത്തെ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, സീനിയർ ആയിരിക്കണം, പിന്നെ അവിടെ നോക്കിയിട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ പണ്ട് ഇവിടെ ദുബായ് കോടതിയിൽ ഇവിടുത്തെ നാഷണാലിറ്റിക്ക് അല്ലാതെ ഏകദേശം ഒരു 700 വരുന്ന ടോട്ടൽ UAE അങ്ങനെ കൊടുത്തിട്ടുണ്ട് ലൈസൻസ് ഉണ്ട്. പക്ഷേ പുതിയതായിട്ട് കൊടുക്കുന്നില്ല അവർ. പുതിയ ലൈസൻസ് നാഷണാലിറ്റിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്റർനാഷണൽ കോർട്ടിലും ലൈസൻസിന് ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. നേരത്തെ ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞ പോലെ ഈ 5 വർഷവും ട്രിബ്യൂണലിൽ ആർബിട്രേഷൻ ട്രിബ്യൂണലിൽ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇന്ത്യയിലെ ഹയർ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തിരിക്കണം, ലൈഫ് മെമ്പർഷിപ്പ് ആയിരിക്കണം, അവിടുത്തെ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇവർ ഇൻ്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവർ നമ്മൾ പെർഫോമൻസ് വാച്ച് ചെയ്തിട്ട് മാർക്കറ്റിംഗ് പ്രൊമോഷൻ പീരീഡ് വെച്ചിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ ഇത് ഇത്ര ഈസി അല്ല കിട്ടാൻ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇന്ത്യൻ എംബസിക്ക് ഇപ്പോൾ ഉള്ള റിസോഴ്സ് വെച്ചിട്ട് മാത്രമേ എംബസിക്ക് മുന്നോട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനെ സിറ്റുവേഷനിലാണ് എണ്ണം കുറഞ്ഞു പോയത്. ഇല്ലെങ്കിൽ കൗൺസിലേഴ്സിന് എണ്ണം കുറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇപ്പോൾ പ്രവാസി ദിവസ സമ്മേളനത്തിൽ ഈ ഏറ്റവും കൂടുതൽ ഇഷ്യൂ പറഞ്ഞത് ഇതാണ്. അതേസമയം പുറത്ത് ഏകദേശം 40-50 പേര് പുറത്തുണ്ട്, അവർക്ക് ഇങ്ങോട്ട് എൻട്രി കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. എൻട്രി കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം ഈ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ആർക്കും കിട്ടും. പക്ഷേ ഇങ്ങനെ ലൈസൻസ് എടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇന്ത്യൻ എംബസിക്ക് ശരിക്കും ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ ഈ 3 പേരെന്നുള്ളത് വളരെ തുലം കുറവാണ്. കാരണം നമുക്ക് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കേസസും നമ്മൾ ശരിക്കും മെയിൽ റിപ്പോർട്ട് ചെയ്യണം. ഈ ഒരുപാട് മെയിൽസ് ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നൊക്കെ വരണമുണ്ട്. അപ്പോൾ ഇതെല്ലാം ആൻസർ ചെയ്യാനും ഈ 2-3 പേരൊന്നും പോരാ. പക്ഷേ അത്രയും കോമ്പിറ്റൻസി ഉള്ളതുകൊണ്ട് കോമ്പിറ്റൻസി ഉള്ളവർക്ക് കൊടുക്കത്തുള്ളൂ അവർ. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാ ദൂഷ്യമാണ് ഇപ്പോൾ എംബസിക്ക് അനുഭവിച്ചത് കഴിഞ്ഞത്. കാരണം എവിടെ പോലും എംബസിയെ കുറിച്ച് കംപ്ലയിൻസും എംബസിയുടെ മുന്നിലുള്ള ക്യൂവും അതൊരു പ്രൊഫഷണൽ വേലല്ലായിരുന്നു. കാരണം നമ്മൾ ചേഞ്ച് ആയി. നമ്മളിപ്പോൾ ദുബായിയുടെ വരുമ്പോഴുള്ള ഏറ്റവും സിറ്റുവേഷൻ വെച്ചാൽ ഇപ്പോഴും ഈ ഇൻ്റർനാഷണൽ കോർട്ടിൽ വരുമ്പോഴുള്ള മാറ്റർ ഇപ്പോഴും നമുക്ക് ഇവിടുത്തെ റെസിഡൻസ് ആയിട്ടുള്ള പഴയ ആൾക്കാർക്ക് ഇപ്പോഴും അറിഞ്ഞിടുക സത്യം. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ചോദിക്കണം അങ്ങനെ കോടതി ഉണ്ടോ, എന്താ എവിടെയാണ് അത് ചോദിക്കുമ്പോഴാണ് എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നത് ഈ ഇന്റർനാഷണൽ കോർട്ടോട് സാധാരണക്കാർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അതാണ് അവിടെ നമ്മൾ മനസ്സിലുണ്ട്. ഇപ്പോൾ സിവിൽ കൊമേഴ്സ്യൽ മാറ്റേഴ്സ് ഫുള്ള് നമുക്ക് 2000 ലോ ഡിഗ്രി നമ്പർ 16/2011 റൂളർ ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് UAE ഡിഗ്രി പാസ്സാക്കി. ഈ DFCക്ക് പുറത്ത് ഉള്ള DFC ഇന്ത്യൻ UAEയുടെ മാറ്റേഴ്സും DFC കൊണ്ട് ഫയൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ $500,000 താഴെ ഉള്ള ഒരു ക്ലെയിം എന്ന് പറയുമ്പോൾ 2 million താഴെയുള്ള ക്ലെയിമിന് ഇവിടെ നേരിട്ട് ഫയൽ ചെയ്യുമ്പോൾ കോർട്ട് ഫീസ് വെറും 1000 dirhams ഉള്ളൂ മിനിമം, 4000 മാക്സിമം. ഇവിടെ ലോയർ വേണ്ട. അവിടെ നേരിട്ട് തന്നെ ട്രിബ്യൂണൽ ക്ലൈന്റ് ട്രിബ്യൂണൽ നോക്കും. ഇവിടെ ആണെങ്കിൽ ഓരോ 7.5% ഓഫ് ദ വാല്യൂ പ്ലസ് 30,000 മാക്സിമം dirhams. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും ഒരു സഹായമാണ്. കാരണം ഇവിടെ അറബിക് ആയതുകൊണ്ട്, ലാംഗ്വേജ് ആയതുകൊണ്ട് ഇപ്പോൾ സാധാരണക്കാരുടെ നമുക്ക് പോയിട്ട് അറബിക്ക് ഒന്നും എഴുതാനൊന്നും പറ്റത്തില്ല, മനസ്സിലാവത്തില്ല. അപ്പോൾ ഇവിടെ എപ്പോഴും നമുക്കൊരു ഡിപ്പെൻഡ് ആവശ്യമുണ്ട്. അതേസമയം ഇവിടെ നമ്മൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഇംഗ്ലീഷിലാണ്. അവിടെ ഇവർക്ക് 500 ക്ലെയിം ഉള്ളവർക്ക് ഡയറക്റ്റ് പോയി ഫയൽ ചെയ്യാം. അപ്പോൾ ഇത്രയും ഉള്ള ഒരു സാധാരണക്കാർക്ക് ചെറുകിട ബിസിനസ്സുകാർക്ക് ഒരുപാട് പേർക്ക് എനിക്കറിയാം കേസ് വക്കീൽ ഫീസ് കൊടുക്കാനോ അല്ലെങ്കിൽ കോടതിയിൽ പോയി ലോയറിനെ വയ്ക്കാനോ കപ്പാസിറ്റി ഇല്ലാതെ ബിസിനസ്സിലേക്ക് പോയ ഒത്തിരി ആൾക്കാർ ഡൗൺ ആയി ഒത്തിരി ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. കാരണം കയ്യിലുള്ള കാശെല്ലാം പോയി, കേസുമായി. പക്ഷേ പിന്നെ ലോയർക്ക് ഓഫീസ് കൊണ്ട് കൊടുക്കാൻ പൈസ ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കൺസൾട്ടൻ്റ് ഈ പറഞ്ഞ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അടുത്തും ലോയറിൻ്റെ ഏജൻറ്റുമാരുടെ അടുത്തും പോയി കഴിഞ്ഞാൽ കമ്മീഷൻ ഏജൻറ്റുമാരുടെ പോയി കഴിഞ്ഞാൽ അവരുടെ കമ്മീഷനും ലോയറിൻ്റെ കമ്മീഷനും നല്ല എമൗണ്ട് പറയുമ്പോൾ ഈ പാവപ്പെട്ടവർക്ക് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇപ്പോഴത്തെ
പ്രസന്റ് സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്യേണ്ടത്. ഇതിൽ നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് ഡെയിലി ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഇതിനകത്ത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളും. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് പരിഹാരം കിട്ടത്തുള്ളൂ. കാരണം ഇപ്പോൾ ഫസ്റ്റ് റെമഡിയായി. അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജിലേക്കും വരുമ്പം ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്നേക്കും മറ്റും കിട്ടും. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. നമുക്ക് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ലോ പോയിന്റ് അഥവാ നീതി വീണ്ടും തുടരും. കുറഞ്ഞ നിക്ഷേപം വൻ പ്രതിഫലം. വിജയത്തിലേക്കുള്ള രഹസ്യം അച്ചടക്കമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ സുരക്ഷിത ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ. യുഎയിലെ ഉപഭോക്താക്കൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ, ഇക്വിറ്റി, കമ്മോഡിറ്റീസ്, കറൻസീസ് എന്നിവ നൽകി വരുന്ന ഏറ്റവും വിശ്വസ്തവും പ്രമുഖവുമായ സ്ഥാപനമാണ് ബർജീൽ. നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനായുള്ള ലളിതവും സമയബന്ധിതവുമായ സഹായം ഞങ്ങൾ നൽകുന്നു, അച്ചടക്കത്തോടെ ദീർഘകാലത്തേക്കായി. അങ്ങനെ നിങ്ങളുടെ മികച്ച നാളേക്കായി ഇപ്പോഴേ പദ്ധതി തയ്യാറാക്കൂ. ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ലളിതമായ ചുവടുവയ്പ്. ബർജീലിനൊപ്പം നിക്ഷേപിക്കൂ. ജൂനിയർ ഷെഫ്. കുട്ടിക്കുരുന്നുകളുടെ പാചകകലയിലെ പ്രാവീണ്യവുമായി ഒരു കുട്ടി കുക്കറി ഷോ. NTV ജൂനിയർ ഷെഫ് every Friday at 8 PM only on NTV. Kohinoor Gems, well of natural gems. Our renowned gem consultant R. Babu Narendra. For more details, contact 0435 844 84 050 910 9360. Kohinoor Gems, Dubai, UAE. www.babunarendra.com. Co-sponsored by Dr. Dinesh Karthas Aura Ayurvedic and Yoga Center. ആയുർവേദം, യോഗ, അക്യുപഞ്ചർ ചികിത്സകൾ ഒരേ കുട കീഴിൽ. ലോ പോയിന്റ് അഥവാ നീതിയിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. അഡ്വക്കേറ്റ്, വെൽക്കം ബാക്ക്. നിരവധി എസ്എംഎസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതിലെ ഒരു എസ്എംഎസ് ആണ്. ഇന്റർനാഷണൽ കോർട്ടിലെ ഡൊമസ്റ്റിക് കേസുകളും ഇന്റർനാഷണൽ കേസുകളും എങ്ങനെയാണ് ജഡ്ജ്മെന്റ് ചെയ്യുന്നത് എന്നാണ് ഒരു ചോദ്യം. എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് ഇത് വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. അതായത് ദുബായിൽ ഇപ്പം വേൾഡിൽ, അതായത് ഇപ്പം വേൾഡിലെന്ന് പറയാം, ഓക്കെ, ദുബായ് യു ദ ഫസ്റ്റ് കൺട്രി having both jurisdiction going parallel each other, common law in English and Sharia law, civil law in Arabic. മിഡിൽ ഈസ്റ്റിൽ അതുകൊണ്ടാണ് ദുബായ് എന്ന മിഡിൽ ഈസ്റ്റിൽ ദുബായാണ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ഫസ്റ്റ് ചോയ്സ്. ഓക്കെ, കാരണം രണ്ട് ജൂറിസ്ഡിക്ഷനും കൺകറന്റ് ജൂറിസ്ഡിക്ഷൻ അവൈലബിൾ ആണ്, ആർബിട്രേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ജഡ്ജ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഏത് കോടതിയിലായാലും ജഡ്ജ്മെൻറ്റ് അത് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ചലഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ദുബായ് ഇൻ്റർനാഷണൽ കോർട്ടിൽ ദുബായ് യു എക്ക് അകത്തുള്ള ജഡ്ജ്മെൻറ്റ്സും യു എക്ക് പുറത്തുള്ള ജഡ്ജ്മെൻറ്റ്സും ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ പേപ്പർലെസ് കോർട്ടർ, പേപ്പറില്ല, ദർ ഇസ് നോ ഫയൽസ്. ഓക്കെ, അതിൻ്റെ വിശദാംശങ്ങളാണ്. ഓക്കെ, ഡീറ്റെയിൽസിലേക്ക് വരേണ്ടതുണ്ട്. അതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് വിനോദ്. ഓക്കെ, വിനോദ് അഡ്വക്കേറ്റിനോട് ചോദിച്ചു. ഓക്കെ സാറേ, ഞാനിവിടെ ജബലലി ഒരു കമ്പനി ജോലി കയറി. ഓക്കെ, പക്ഷെ കമ്പനി നേരത്തെ പറഞ്ഞിരുന്ന പോലെയുള്ള പേയ്മെന്റ് അല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. പേയ്മെന്റോ? ആ, സാലറി. എത്ര മാസം ജോലി കയറിയിട്ട്? ഞാൻ കയറിയത് ഡിസംബർ 23-ാം തീയതിയാണ്. അപ്പോൾ താങ്കൾ കയറുമ്പോൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടാവുമല്ലോ, ഒന്നല്ലോ? അല്ല, ഓഫർ ലെറ്റർ. ആ, ഓഫർ ലെറ്ററിനകത്ത് പറഞ്ഞ സാലറി ആണോ ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിനകത്ത് ഒപ്പിട്ടേക്കണത്? താങ്കൾ ഒപ്പിട്ടത്? കോൺട്രാക്ട് അത്ര ആയിട്ടില്ല. കോൺട്രാക്ട് ഒപ്പിട്ടില്ല? ഇല്ല, കോൺട്രാക്ട് ഇതുവരെ ഒപ്പിട്ടില്ല. പക്ഷെ എന്റെ പാസ്പോർട്ട് മേടിച്ചു. അതെ, പാസ്പോർട്ട് മേടിക്കുന്നത് വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഒപ്പിടുന്ന സമയത്ത് ഈ ഓഫർ ലെറ്ററിലുള്ള സാലറിക്ക് താഴെയാണ് നിങ്ങൾക്ക് ഓഫർ ലെറ്ററിലുള്ള എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിലുള്ള സാലറി ആണെങ്കിൽ താങ്കൾക്ക് അതിൻ്റെ പേരിൽ റിജക്റ്റ് ചെയ്യാം, ഓഫർ ജോബ് റിജക്റ്റ് ചെയ്യാം.
യു ഹാവ് ദ റൈറ്റ് ജോബ് റിജക്ട് ചെയ്യാം. പക്ഷേ റിജക്ട് ചെയ്യാം. ഇനി വേറെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് ജോബ് റിജക്ട് ചെയ്യാൻ പറ്റുമോ? എന്താണ്? അതായത് ഞാൻ കോൺട്രാക്ടിന്റെ സമയത്ത് തന്നെ ലീവിന്റെ കാര്യം പറഞ്ഞിരുന്നു. എനിക്കൊരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാർച്ചിലും പിന്നെ ജൂണിലുമായിട്ട് ഒരാഴ്ച വീതം ലീവ് തരണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. പക്ഷെ ഇത് ഒരു റിട്ടേൺ എവിഡൻസ് ഒന്നുമില്ല. പക്ഷെ ഇത് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കിട്ടൂല. നിങ്ങൾക്ക് ലെറ്ററിനായിട്ട് എഴുതി തന്നാൽ മാത്രമേ നിങ്ങൾക്ക് വാലിഡിറ്റി ഉള്ളൂ. കാരണം ഒരു ഓഫർ ലെറ്ററിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ കണ്ടീഷൻസിൽ UAE ലേബർ നിയമപ്രകാരം ഒരു 1 ഇയറിൽ നമുക്ക് 1 മാസം ലീവ് കിട്ടും. ഈ സമയത്ത് ഇതിന് കൂടുതൽ എന്തെങ്കിലും അഡീഷണൽ ലീവ് തരുന്നുണ്ട് അവർ ഓഫർ ലെറ്റർ തരുകയാണെങ്കിൽ നമുക്ക് ആ അപ്പോയിൻമെൻറ്റ് ലെറ്ററിനകത്ത് ഉണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് അങ്ങനെ എഴുതി ഒപ്പിട്ടാൽ മാത്രമേ കമ്പനി പാലിക്കേണ്ടതായിട്ടുള്ളൂ. വെർബൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കമ്പനിക്ക് പാലിക്കാൻ ബാധ്യസ്ഥനല്ല. നമുക്കത് കോടതി കേസ് പോലും പറ്റത്തില്ല പിന്നീട്. കേട്ടോ? ഓക്കെ. ഒരു കാര്യം കൂടി, കോൺട്രാക്റ്റിൽ എനിക്ക് എൻട്രി ചെയ്യാതെ റിജക്ട് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ അവസ്ഥയിൽ? അതിപ്പോൾ ഓഫർ ലെറ്ററിൽ വന്ന സാലറി അല്ല നിങ്ങൾ എംപ്ലോയ്മെന്റ് ലെറ്ററിൽ അടിക്കണമെങ്കിൽ സൈൻ ചെയ്യാതിരിക്കാം ആ റീസണിൽ. അല്ല, എനിക്ക് ഇപ്പൊ കോൺട്രാക്ട് റിജക്ട് ചെയ്യാൻ പറ്റുമോ ഇപ്പോഴത്തെ അവസ്ഥയിൽ? ഒപ്പിട്ട് പോയി കഴിഞ്ഞാൽ അത് പാലിക്കണം. ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓഫർ ലെറ്റർ സൂപ്പർസീഡ് ആയി. ദാറ്റ് യു അക്സെപ്റ്റ് ദ കോൺട്രാക്ട്. ഓഫർ ലെറ്ററിൽ മാത്രമേ സൈൻ ചെയ്തിട്ടുള്ളൂ? അതെ, ഓഫർ ലെറ്റർ സൈൻ ചെയ്തിട്ട് താങ്കൾക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ ഇത് തരുമല്ലോ. ഓഫർ ലെറ്റർ സൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിസ അടിക്കാൻ വേണ്ടി എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാവുമല്ലോ, തരുമല്ലോ സൈൻ ചെയ്യാൻ വേണ്ടി. അത് ഒപ്പിട്ട് മാത്രമല്ലേ നിങ്ങൾക്ക് കോൺട്രാക്ട് ലേബർ കാർഡ് കിട്ടത്തുള്ളൂ. ആ സമയത്ത് താങ്കൾക്ക് ആ കോൺട്രാക്ടിന് വെച്ചിരിക്കുന്ന സാലറി ഓഫർ ലെറ്ററിനേക്കാളും താഴെയാണെങ്കിൽ ഇറ്റ് ഈസ് യുവർ ഓപ്ഷൻ, യുവർ ചോയ്സ് ടു സൈൻ ഓർ നോട്ട് ടു സൈൻ. സൈൻ ചെയ്താൽ യു മസ്റ്റ് ഒബേ ദാറ്റ്, യു ഹാവ് ടു അഗ്രി ഫോർ ദാറ്റ്. ഓക്കേ. ഈ ലീവിന്റെ കാര്യം ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന പേരിൽ എനിക്ക് റിജക്ട് ചെയ്യാൻ പറ്റുമോ? ലീവിന്റെ പേരിൽ നിങ്ങൾക്ക് വെർബലി പറഞ്ഞ കാര്യങ്ങൾ വെർബലാണ്. അതിനകത്ത് ഒരു യാതൊരു ലീവ് വാലിഡിറ്റി വരുന്നില്ല എന്ന പേരിൽ എനിക്ക് റിജക്ട് ചെയ്യാം? ഇല്ലില്ല. നോർമലി ലീവ് ലേബലിലെ പ്രകാരം ലീവ് നിങ്ങൾക്ക് വരും. അതിനകത്ത് എഴുതിയില്ലെങ്കിൽ ലീവ് കിട്ടും. അത് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ഓഫർ ലെറ്ററിനകത്ത് സാലറി പറഞ്ഞത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പേര് റിജക്ട് ചെയ്യാം. കേട്ടോ? ഓക്കെ. ഓഫർ ലെറ്ററിനകത്ത് കൊടുത്തിരിക്കുന്നത് ബേസിക് പേ കൊടുത്തിട്ടില്ല. സാലറി, പിന്നെ റെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട്, പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വേറൊരു എമൗണ്ട് ആണ്. ഓഫർ ലെറ്റർ സാലറി ഇല്ലാതെ ഓഫർ ലെറ്റർ ആവും. അല്ല, ഗ്രോസ് സാലറി ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രോസ് സാലറി ആണെങ്കിൽ ബേസിക് പറയുമല്ലോ, ഓഫർ ലെറ്റർ എന്ന് പറയുമല്ലോ. പറഞ്ഞിട്ടില്ല. ഓഫർ ലെറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഗ്രോസ് സാലറി ഒരു എമൗണ്ട്, അതിൽ ഇത്ര എമൗണ്ട് ആണ് റെന്റ്, ഇത്ര എമൗണ്ട് ആണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ബാക്കി അസ്യൂം ചെയ്യുകയാണ് ബേസിക് പേ ആണെന്ന്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ പൈസ എന്തായാലും ഇവിടെ കോൺട്രാക്ട് ഉണ്ടാവണമല്ലോ. കോൺട്രാക്ടിനകത്ത് വരണമല്ലോ, എമൗണ്ട് വരണമല്ലോ, സെയിം എമൗണ്ട് വരണമല്ലോ. അല്ല, കോൺട്രാക്ടിന് ഇതുവരെ എൻട്രി ചെയ്തിട്ടില്ല. ഇല്ല, കോൺട്രാക്ടിനകത്ത് എൻട്രി ചെയ്യണമല്ലോ. എൻട്രി ചെയ്യാതെ നിങ്ങൾക്ക് സാലറി വിസ അടിക്കുമ്പോൾ ആ ഗ്രോസ് സാലറി വരണമല്ലോ. സപ്പോസ് നിങ്ങൾക്ക് ഓഫർ ലെറ്ററിനകത്ത് ഗ്രോസ് സാലറി 5,000 വെച്ചിരിക്കുക. ഗ്രോസ് സാലറി 5,000. എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അയച്ചപ്പോൾ ഗ്രോസ് സാലറിയും ബേസിക് എല്ലാം കൂടെ ചേർത്ത് ഒരു 3,000 ഉള്ളൂ. നിങ്ങൾക്ക് റിജക്ട് ചെയ്തൂടെ? അതല്ല, ഇപ്പൊ ഇവര് ബേസിക് സാലറിയുടെ കാര്യത്തിലാണ് ഇത് പറയുന്നത്. എനിക്ക് സാലറി ബേസിക് സാലറി നിങ്ങൾ എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിനകത്ത് ബേസിക് സാലറി, അത് കഴിഞ്ഞിട്ട് അലവൻസ് എല്ലാം എണ്ണത്തിൽ എഴുതണം. കേട്ടോ? ഓക്കെ. ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. തീർച്ചയായും നിരവധി SMS-കൾ ആർബിട്രേഷനുമായി ബന്ധപ്പെട്ടത് വന്നിട്ടുണ്ട്. എനിക്കറിയാം, പൂർണ്ണമാക്കിയില്ല. തീർച്ചയായും അടുത്ത ആഴ്ച ആദ്യം തന്നെ ഈ വിഷയം ഒരിക്കൽ കൂടി സംസാരിക്കേണ്ടി വരും. എന്തായാലും അതിൻ്റെ വേണ്ട സമയമാകുന്നു. എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ ബുധനാഴ്ചയും രാത്രി 8 മുതൽ 8:30 വരെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അഡ്വക്കേറ്റ് ബിനോയ് ശശി ഉണ്ടാവും. പ്രേക്ഷകരുടെ SMS ചോദ്യം തീർച്ചയായും അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് 3537 എന്ന SMS നമ്പറിലേക്ക് SMS അയച്ച് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്ന സമയത്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി.